കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം എനിക്ക് മനസ്സിലുണ്ടായിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കണം, ഞാൻ നന്നാവണം, എനിക്ക് നല്ല സൗകര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വേണം. അതായിരുന്നു എൻ്റെ പ്രാർത്ഥനകൾ എപ്പോഴും ആ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ യു കെയിൽ വന്നു. യു കെയിൽ നമ്മൾ വന്ന് ജോലിയായി, കുടുംബമായി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ 2014 ഞാൻ ശാലോമിൻ്റെ മിഷൻ ഫയർ കൂടുന്നത്. അപ്പോൾ അന്ന് അവിടെ പ്രസംഗിച്ച കാര്യങ്ങൾ, എങ്ങനെയാണ് ശാലോം തുടങ്ങിയത്, അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ വളരുന്നത്, പലരുടെയും സാക്രിഫൈസിൻ്റെയും അവരെത്രത്തോളം സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവർ കർത്താവിന് വേണ്ടി ഇങ്ങനെ നിലകൊള്ളുന്നതെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലും തോന്നിത്തുടങ്ങി. എനിക്കും കർത്താവ് ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ, പക്ഷെ ഞാൻ കർത്താവിന് വേണ്ടി തിരിച്ചൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ ഒരു റെവലേഷൻ, ആ ഒരു ചിന്ത പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവം എന്നിലൂടെ എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി എന്നെ തന്നെ ഐ ഷുഡ് സറണ്ടർ മൈ സെൽഫ് ടു ഗോഡ്. അതാണ് ഞാൻ ചെയ്യേണ്ടത്. ശാലോമിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഓരോ കാര്യങ്ങളും അത് ഞാൻ പ്രതീക്ഷിച്ച രീതിയിലല്ല എന്നെ കർത്താവ് കൊണ്ടു നടത്തിയത് പല കാര്യങ്ങളിലും. പക്ഷേ എനിക്ക് സാധിക്കില്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ ചെയ്തെങ്കിലും അത് ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അത് ഈശോ എൻ്റെ കൂട്ടത്തിലുണ്ട്, അല്ലെങ്കിൽ ശാലോമിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ കൂട്ടത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഈശോ ഉണ്ടെന്നുള്ളൊരു തെളിവായിട്ട് അത് എനിക്ക് ശക്തമായിട്ട് പറയാൻ സാധിക്കും. മിഷൻ ഫയർ കൂടിയപ്പോൾ അതിനകത്ത് നടന്ന ടോക്കുകളാണ് എന്നെ ശാലോമിലേക്ക് അട്രാക്റ്റ് ചെയ്തത്. എനിക്ക് ശാലോമിനെ കുറിച്ച് അറിയാമായിരുന്നു, പക്ഷേ അതിനകത്തുള്ള സ്പെഷ്യൽ ടോക്കുകളാണ് എന്നെ ശാലോമിലേക്ക് അട്രാക്റ്റ് ചെയ്തത്. പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് കർത്താവ് വളർത്തുന്ന ഒരു മിനിസ്ട്രിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ കൂടെ ചേരാനായിട്ട്, അതുവരെ ഞാൻ SPF മെമ്പറൊന്നും ആയിരുന്നില്ല, കർത്താവ് വളർത്തുന്ന മിനിസ്ട്രിയെ എനിക്കും സഹായിക്കണമെന്ന് തോന്നി ഞാൻ SPF മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. ശാലോം മിനിസ്ട്രിയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവരെ അറിയിക്കാൻ സാധിച്ചതിനും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. എനിക്ക് ഒത്തിരി പേരെ കർത്താവിലേക്ക് വളർത്താനായിട്ടും ശാലോം മിനിസ്ട്രി അറിയിക്കുവാനുമായിട്ടും സാധിച്ചു. ഇപ്പോൾ തിരിച്ചു നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നു. കർത്താവ് എന്നെ ഉപയോഗിച്ചതിനെ ഓർത്ത്. ഒത്തിരി തടസ്സങ്ങളിൽ കൂടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് അമേരിക്കയിൽ. അതും കർത്താവിൻ്റെ പ്ലാനാണ്. അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യം മഹത്വപ്പെടുത്താനായിട്ട് ശാലോം മിനിസ്ട്രിയിലൂടെ ദൈവത്തിൻ്റെ കരം വഴി നടത്തപ്പെടുന്ന നമ്മുടെ കഴിവുകളല്ല, ദൈവമഹത്വത്തിനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത മിനിസ്ട്രിയിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് ഒരവസരം കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മളെ ദൈവം ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ഈ ദേശത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബോധ്യം കിട്ടിയത് ശാലോമിൻ്റെ ധ്യാനങ്ങൾ കൂടി, ശാലോമിൻ്റെ മിഷൻ ഫയർ കൂടിയപ്പോഴാണ് ഒരു ബോധ്യം കിട്ടിയത്. അപ്പം ദൈവം നമ്മളെ ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നശിച്ചു പോയിരിക്കുന്ന ആത്മാക്കളെ തിരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ദൈവം ഓസ്ട്രേലിയയിൽ കൊണ്ടുവരുന്ന ബോധ്യം കിട്ടി. ദൈവത്തിന് വേണ്ടിയിട്ട് തിരികെ കൊടുക്കുവാനായിട്ട്, ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ആത്മാക്കളെ തിരിച്ചു പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. അതുപോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 19 തൊട്ടുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ കരുതി വെക്കരുത്, അവിടെ കള്ളന്മാർ അത് മോഷ്ടിക്കും, തുരുമ്പെടുക്കും. പക്ഷെ നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കുക, അവിടെ കള്ളന്മാർ കയറുകയില്ല, തുരുമ്പെടുക്കുകയും ചെയ്യില്ല എന്ന്. അപ്പോൾ ഈ ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ ഒത്തിരിയേറെ സ്പർശിച്ചു. അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കണമെന്നുള്ള ആഗ്രഹവും ആത്മാക്കളെ നേടണമെന്നുള്ള ആഗ്രഹവുമാണ് എന്നെ ശാലോമിൽ തുടരാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശാലോമിനെ വിളിച്ചിരിക്കുന്നത് സാത്താൻ തന്റെ പിടിയിൽ അമർത്തിയിരിക്കുന്ന മീനുകളെ കർത്താവിന് വേണ്ടി സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് ഈ കോൺഫറൻസ് നമുക്ക് തരുന്നു. നിങ്ങൾ ഹൃദയം നന്നായിട്ട് തുറക്കുകയും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആയിരിക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നാട്ടിൽ പാവപ്പെട്ട പള്ളികളിൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും കിട്ടാത്ത പരിശുദ്ധാത്മാഭിഷേകം ദൈവം ഇവിടെ തരുന്നത് കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സാധാരണക്കാരായ മനുഷ്യരാണ്. പ്രത്യേകിച്ച് ഈ തമിഴ്നാട് ബോർഡറുകളിലൊക്കെ നമ്മൾ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ അവർ ആണ്ടവരെ യസപ്പ എന്നവർ വിളിക്കും. കർത്താവ് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇറങ്ങി ജീവിക്കുന്നവനായി ഇറങ്ങി വരും. നമുക്ക് ഹൃദയം തുറക്കണം. നമ്മൾ ചിലപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ കോൺഫറൻസിന് വന്നത്, പക്ഷെ അതെല്ലാം കയ്യിൽ നിന്ന് വിട്ടുകളയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇവിടെ വരുമെന്ന് ആരും വിചാരിക്കരുത്. വരില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും വരില്ല. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും എന്തെല്ലാം ചെയ്താലും അതെല്ലാം ചെയ്യണം. കർത്താവിന്റെ മുമ്പിൽ വരുമ്പോൾ ഒഴിഞ്ഞ കരങ്ങളുമായിട്ട് തന്നെ വരണം. പ്രൈസ് ദി ലോർഡ്. ഒരു കണക്കോടെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കറിയാം, അന്ത്യവിധ ദിനത്തിൽ യേശു വലത്തുവശത്ത് നിൽക്കുന്നവരോട് പറയുന്നുണ്ട്, എനിക്ക് വിശന്നു, ഭക്ഷിക്കാൻ തന്നു, ദാഹിച്ചു കുടിക്കാൻ തന്നു. അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എപ്പോൾ? ചെയ്തു മറന്നു കളഞ്ഞു, ചെയ്തു മറന്നു കളഞ്ഞു, നന്മ ചെയ്തു മറന്നു കളഞ്ഞു, പ്രാർത്ഥിച്ചു മറന്നു കളഞ്ഞു, പാവങ്ങളെ സഹായിച്ചു മറന്നു കളഞ്ഞു, സുവിശേഷ വേലയ്ക്ക് കൊടുത്തു മറന്നു കളഞ്ഞു, പള്ളി കെട്ടാൻ കൊടുത്തു മറന്നു കളഞ്ഞു, എല്ലാം കൊടുക്കുന്നു മറന്നു കളഞ്ഞു. എപ്പോൾ? ഒന്നും ഓർമ്മയില്ലാത്തവരെ പോലെ നിൽക്കുന്നവർ. അതുകൊണ്ടാണ് അവർ വലതുവശത്തേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാം ചെയ്തിട്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് എംപ്റ്റി ഹാൻഡ്സോടെ നോക്കിയവർ. ഐ ഹാവ് നത്തിങ് ഇൻ മൈ ഹാൻഡ്, ഓ ഗോഡ്. Those who are poor in the spirit, they will be blessed. ആത്മാവിൽ ദരിദ്രരായവർ, എല്ലാം ചെയ്തതിന് ശേഷവും ഒന്നിന്റെ കണക്ക് പറയാതെ നിൽക്കുന്ന ഭാഗ്യവാന്മാരെ, ഭാഗ്യവതികളെ, blessed people of Shalom, blessed people of the Catholic Church. ദൈവം നമ്മളെ നോക്കി വിളിക്കണം. ചുറ്റി പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് വിക്ടറിക്ക് വേണ്ടി ഒരുങ്ങിയതിന്റെ കണക്കുകളെല്ലാം കുപ്പത്തൊട്ടിയിലോട്ട് എടുത്തിടുക. ചുറ്റി പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ഇത്ര കൊന്ത ചൊല്ലി മറക്കുക, നല്ലതാണ്, ചൊല്ലണം. പ്രൈസ് ദി ലോർഡ്. കണക്കൊന്ത അതെല്ലാം ഇനി ഇവിടെ ഒരു കണക്കും നമ്മൾ കർത്താവിന് മുമ്പിൽ കൊണ്ടുവരാൻ പാടില്ല. അവിടുത്തെ കുരിശിൽ നിന്ന് ഒഴുകുന്ന രക്തത്തിന്റെ മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം മറഞ്ഞു മുങ്ങി താന്നു പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. വേദനിക്കുന്ന ആ കുരിശിൽ നിന്ന് ഒഴുകി വരുന്ന രക്തമാണ് നമ്മുടെ കൃപ. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെ അടിസ്ഥാനം. ഹല്ലേലൂയ. ഓക്കെ, നമ്മൾ ഈ മണിക്കൂറിൽ ചിന്തിക്കുന്ന വിഷയം, പരാജയപ്പെട്ടവരെയും ആർക്കും വേണ്ടാത്തവരെയും ദൈവത്തിന് വേണം. പരാജയപ്പെട്ടവരെയും ആർക്കും വേണ്ടാത്തവരെയും ദൈവത്തിന് വേണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1-ാമധ്യായത്തിന്റെ 27-ാമത്തെ തിരുവചനം. വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ചൊല്ലി പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ കർത്താവിന് വേണ്ടി ഒത്തിരി ഓടുന്നുണ്ട്, പള്ളിയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്, പള്ളിക്ക് വേണ്ടി ഞാൻ ഒത്തിരി ഓടുന്നുണ്ട്, ശാലോമിന്റെ അകത്തൂടെ ഞാൻ സഭയ്ക്ക് വേണ്ടി ഓടുന്നുണ്ട്, പക്ഷേ ഞാൻ പരാജയപ്പെടുന്ന വ്യക്തിയാണ്. ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ, ഭർത്താവിന്റെ മക്കളുടെ മുമ്പിൽ, വീട്ടിൽ ഞാൻ ഒരു സാക്ഷിയാകുന്നില്ല. പലപ്പോഴും ഞാൻ പരാജയപ്പെട്ടു പോകുന്നു. പുറത്ത് എന്നെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും രഹസ്യ ജീവിതത്തിൽ ഞാൻ ഒരു പരാജയമാണ്. ഞാൻ ഇനി മുന്നോട്ട് പോകണമോ വേണ്ടയോ? ഇത്രമാത്രം പരാജയപ്പെട്ട എന്നെ ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ദൈവത്തിന് എന്നെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന കുറച്ചു പേരല്ല, ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവം ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഉറപ്പാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിനെ അറിഞ്ഞതിന് ശേഷവും പരാജയപ്പെട്ട ആളാണ് നിങ്ങളോട് ഇപ്പൊ പ്രസംഗിക്കുന്നത്. എന്തിന് പ്രസംഗം തുടങ്ങിയതിന് ശേഷവും പരാജയപ്പെട്ട ആളാണ്. എന്തിന് ധ്യാനങ്ങൾ നടത്താൻ തുടങ്ങിയതിന് ശേഷവും പരാജയപ്പെട്ട ആളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഓരോ പരാജയവും എളിമപ്പെടാനുള്ള വഴിയാക്കി ദൈവം മാറ്റുന്നത് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു. ഓരോ പരാജയവും മറ്റുള്ളവരെ കാണുമ്പോൾ വിധിക്കാതിരിക്കാനുള്ള ഒരു ക്യാരക്ടർ നമ്മളിൽ ഫോം ചെയ്യാൻ വേണ്ടി ദൈവം നന്മയ്ക്കാട്ട് മാറ്റുന്നത് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പരാജയങ്ങൾ പോലും നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവം. ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു സാധാരണ ധ്യാനമല്ല, നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ആഴത്തിൽ പോകണം. നിങ്ങളുടെ ഹൃദയം തുറന്നു തരണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. നമ്മൾ സീറോ മലബാർ കുർബാനയിൽ എപ്പോഴും പറയാറുണ്ട്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. എല്ലാ വിശുദ്ധ ബലിയിലും നമ്മൾ ഓർക്കുന്നുണ്ട്. പക്ഷെ ആരാണ് ഈ അബ്രഹാം? പരാജയപ്പെടാത്തൊരു വ്യക്തിയാണോ അബ്രഹാം?
ഒരിക്കലും തോറ്റു പോകാതെ ദൈവത്തെ എന്നും അനുസരിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തി ആയിരുന്നു അബ്രഹാം. ഒരിക്കലുമല്ല. കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ബന്ധുജനങ്ങളെയും ചാർച്ചക്കാരെയും ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകണം. അബ്രഹാം അത് ശരിക്ക് കേട്ടിട്ട് തന്നെയാണ് യാത്ര ആരംഭിച്ചത്. പക്ഷേ നെഗബ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ക്ഷാമമുണ്ടായി. ഭക്ഷണം കിട്ടാനില്ല, ചായക്കടകളിൽ ഒന്നും ഭക്ഷണം കിട്ടുന്നില്ല. ഒന്നുമില്ലാതായപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകണമെന്നുള്ള വിളി കേട്ടിറങ്ങിയ അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം മറന്നു, ദൈവത്തെ മറന്നു. അവന് ബുദ്ധിയിൽ തോന്നിയ സ്ഥലം ഈജിപ്റ്റാണ്. ഈജിപ്റ്റ് നിങ്ങൾക്കറിയാം, ബൈബിളിൽ ലോകത്തിന്റെ പ്രതീകമാണ്, സാത്താന്റെ അടയാളമാണ്, പാപത്തിന്റെ അടിമത്തത്തിന്റെയും അടയാളമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അബ്രഹാമിന്റെ നോട്ടം ഈജിപ്തിലേക്ക് നോക്കി. അബ്രഹാം ഈജിപ്തിലേക്ക് പോയി. ദൈവത്തോട് ആലോചന ചോദിക്കാതെ അബ്രഹാം ഈജിപ്തിലേക്ക് പോയി. അവിടെ വെച്ചാണ് അബ്രഹാമിന്റെ ഭാര്യ കാണാൻ സുന്ദരിയാണെന്ന് കണ്ടിട്ട് അവിടുത്തെ രാജാവ് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നു. കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അബ്രഹാം പറയുന്നു അതെന്റെ സഹോദരിയാണെന്ന് പറയുന്നു. എല്ലാവരുടെ മുമ്പിൽ കള്ളം പറയുന്നു. രാജാവ് അവസാനം രാത്രിയിൽ സത്യം തിരിച്ചറിയുന്നു, ഇത് ഭാര്യയാണ്. ദൈവത്തിന്റെ ശബ്ദം കേട്ടു വന്നവൻ പെരും കള്ളം പറഞ്ഞു എന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. അവിടെ ആകപ്പാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. രാജാവ് ഭാര്യയെ തിരിച്ചുവിടുന്ന കൂട്ടത്തിൽ കുറച്ച് ദാസിമാരെ കൂടെ കൊടുത്തു, വേലക്കാരെ കൊടുത്തു, ഒട്ടകങ്ങളെ കൊടുത്തു, സ്വർണം കൊടുത്തു. അന്ന് കിട്ടിയ ഒരു ദാസിയാണ് ഹാഗാർ. ഇന്നത്തെ ISIS തീവ്രവാദികൾ പോലും അബ്രഹാം ട്രാക്ക് മാറിയില്ലായിരുന്നെങ്കിൽ വരത്തില്ലായിരുന്നു. ഹല്ലേലൂയ. കാലം ഇത്രയും കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പറ്റിയ ഒരു പരാജയത്തിന്റെ കെടുതി ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നു. രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇന്നും തീരുന്നില്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കേണ്ടതിന് പകരം അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കി. പക്ഷെ എന്റെ പോയിന്റ് ഇതല്ല. രണ്ട് വലിയ തെറ്റുകൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും വഴിക്ക് വെച്ച് ദൈവം ഒരിക്കലും ആ മനുഷ്യനെ കൈവിടാതെ ആ മനുഷ്യനെ ദൈവം പാഠങ്ങൾ പഠിപ്പിച്ചും കരുണ കാണിച്ചും വചനം കൊടുത്തും പരിശുദ്ധാത്മാവിനെ കൊടുത്തും ആ മനുഷ്യനെ ദൈവം ഒടുവിൽ മോറിയ മലയുടെ മുകളിൽ കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നു. ചേർന്ന് പറ ഹല്ലേലൂയ. വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയ അബ്രഹാം വിജയിക്കുന്നത് നമ്മൾ കാണുന്നു. നീ സ്നേഹിക്കുന്ന ഏക മകനെ ബലിയർപ്പിക്കാൻ പറയുമ്പോൾ അതനുസരിച്ചുകൊണ്ട് അനുസരണത്തിന്റെ പൂർണ്ണത വരെ അബ്രഹാം വളർന്ന് പക്വത പ്രാപിക്കുന്നത് നമ്മൾ കാണുന്നു. ചേർന്ന് പറ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയും ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുന്ന എന്നെയും ദൈവം ഒരിക്കലും കൈവിടുന്നില്ല. പരാജയങ്ങളുടെ വേളകളിൽ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്നു. വിജയത്തിന്റെ മോറിയാമലയിൽ എത്തിക്കുന്നത് വരെ ദൈവം പരിശുദ്ധാത്മാവിനെയും വചനത്തെയും നമ്മുടെ കൂടെ അയച്ചു തരുന്നു. നമ്മള് സീറോ മലബാർ കുർബാനയിൽ രണ്ടാമത് പറയുന്ന ഒരാളാണ് യാക്കോബ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, നമുക്ക് സന്തോഷമാണ് യാക്കോബിനെ കേൾക്കുമ്പോൾ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ വേല കാണിച്ചവനാണ്. മൂത്താൾ, എനിക്കറിയാം, ട്വിൻസ് ആയിരുന്നു വയറ്റിൽ കിടന്നത്. ആദ്യം ഒരാൾ പുറത്തിറങ്ങാൻ നോക്കി, പച്ചായ പോകാൻ വരട്ടെ, ഞാൻ ആദ്യം പോകാമെന്ന് പറഞ്ഞ് കുതികാലിൽ ആദ്യം പുറത്തേക്ക് വന്നവന്റെ കുതികാലിൽ അവിടെ വെച്ചേ പിടിച്ചവനാ. ആ ക്യാരക്ടർ അവന്റെ അവസാനം വരെ കാണാൻ പറ്റുന്നു. ഗ്രാബിങ് നേച്ചറാണ്, എന്തും പിടിച്ചെടുക്കുന്ന നേച്ചർ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കാണുന്നു. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. കേട്ടോണം, അവിടെ വെച്ചേ വേല കാണിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സഹോദരൻ ഏസാവ് ഒരുപാട് വിശന്ന് വന്നിരിക്കുന്ന സമയത്ത് ബലഹീനത മനസ്സിലാക്കി നല്ല രുചിയുള്ള പയറ് പായസം കൃത്യസമയത്ത് ആവി പറക്കുന്ന രീതിയിൽ മുമ്പിൽ കൊണ്ട വെച്ചു. മണവും കളറും എല്ലാം കൂടെ വന്നപ്പോൾ ഇവന്റെ വിശപ്പും ഇവന്റെ ഇമോഷൻസും എല്ലാം കൂടെ ഉണർന്നു. അവൻ ആ പയറ് പായസം വാങ്ങിച്ച് കഴിച്ചു. ബർത്ത് റൈറ്റ് അഥവാ കടിഞ്ഞൂൽ പുത്ര അവകാശം അവിടെ വെച്ച് യാക്കോബ് വഞ്ചിച്ചെടുത്തു. ഞാൻ ഇനി പറഞ്ഞ് ശ്രദ്ധിക്കണം, സഹോദരനെ വഞ്ചിച്ച് ബർത്ത് റൈറ്റ് എടുത്തു. അടുത്തത്, നിങ്ങൾക്കറിയാം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്ന പറയുന്നത് ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണല്ലേ? ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ മാതാപിതാക്കന്മാരെ എന്തെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലും വലിയ ഭാരമാണ്. അവരെ സന്തോഷിപ്പിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കൾ ഈ ഭൂമിയിലെ കാണപ്പെട്ട ദൈവമാണെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും സങ്കടം എന്താണെന്നറിയാവോ? ഈ യാക്കോബ് അവന്റെ സ്വന്തം അപ്പനിട്ട് ഒരു പണി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് നമ്മുടെ അപ്പന് കണ്ണും കൂടെ കാണാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബഹുമാനിക്കും. കാരണം കണ്ണ് കാണാത്ത അപ്പനാണ് നമ്മൾ വടി പിടിച്ചു കൊടുക്കും, കൃത്യമായിട്ട് നയിക്കുന്നത്. കണ്ണ് കാണാത്ത അപ്പനെ നല്ല ഒന്നാന്തരമായിട്ട് പറ്റിക്കുകയാണ്. ചേട്ടൻ പുറത്തേക്ക് പോയ സമയം നോക്കി ചേട്ടന്റെ സ്വെറ്റർ എടുത്തിട്ടിട്ട് അപ്പൻ്റെ അടുത്തോട്ട് എന്നിട്ട് ഈ സ്വെറ്റർ മണപ്പിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, വാർദ്ധക്യത്തിലെത്തിയ കണ്ണ് കാണാത്ത അപ്പന് സ്വെറ്റർ മണപ്പിച്ച് കാണിക്കുകയാണ്. അപ്പൊ അപ്പൻ പറയുന്നുണ്ട്, മകനെ, മണമൊക്കെ ഏസാവിന്റെ തന്നെ, പക്ഷെ ശബ്ദം
യാക്കോബിൻ്റെത് പോലെ ഇരിക്കുന്നു. അപ്പോൾ ഇയാള് മിമിക്രിക്കാരെ പോലെ ശബ്ദം മാറ്റിയിട്ട് പറയാം, അപ്പാ പുറത്തൽപ്പം മഞ്ഞുണ്ടായിരുന്നു, ഞാൻ കൊണ്ടത് കൊണ്ട് ശബ്ദം മാറിപ്പോയതാണ്, ഞാൻ ഏസാവ് തന്നെയാന്ന് പറഞ്ഞു. കണ്ണ് കാണാൻ വയ്യാത്ത പ്രായമുള്ള, നോക്കിക്കോണം, പ്രായമുള്ള മരിക്കാറായി കിടക്കുന്ന വാർദ്ധക്യത്തിലെത്തിയ അപ്പനെ നല്ല ഒന്നാന്തരമായിട്ട് വഞ്ചിച്ച് അവിടെയും അനുഗ്രഹം മേടിച്ചെടുത്തു. ചേർത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഇനി ഞാൻ പറയുന്ന കാര്യം കേട്ടോണം. അപ്പനെ വഞ്ചിച്ചു, അനിയനെ വഞ്ചിച്ചു. രണ്ട് വമ്പൻ പരാജയങ്ങളാണ്, വമ്പൻ പരാജയം. ഒടുവിൽ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ വീട് വിട്ട് ഓടുകയാണ്. ഇതാണ് ഞാൻ പറയാൻ വന്ന പോയിന്റ്. ഓടുന്ന സമയത്ത് ദൈവം ഇവനോട് പറയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പെടും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചോണം. ഉൽപ്പത്തി 20, നമ്മുടെ ദൈവം ഇങ്ങനത്തെ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. കേട്ടോ, ഉൽപ്പത്തി 28:14 ഞാൻ വായിക്കാം, കേട്ടോണേ. യാക്കോബേ, നിന്നിലൂടെ നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ സകല ഗോത്രങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ചേർന്ന് പറ ഹല്ലേലൂയ. ഇന്ന് രാത്രി കിടക്കാൻ നേരത്ത് റൂമിൽ പോയിട്ട് ഈ ഭാഗം ഒന്നെടുത്ത് വായിക്കണം. അപ്പനെ വഞ്ചിച്ചിട്ട് വീട് വിട്ട് ഓടുന്നവനെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് വഴിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട്, യാക്കോബേ, നിന്നെ ഞാൻ കൈവിടത്തില്ല, നിനക്ക് തന്ന വാഗ്ദാനങ്ങൾ, പ്രോമിസുകൾ, വാഗ്ദത്തങ്ങൾ മുഴുവൻ നിന്റെ ജീവിതത്തിൽ നിറവേറ്റി കാണുന്നത് വരെ നിന്നെ കൈവിടാതെ നീ എവിടെ പോയാലും നിന്റെ കൂടെ ചേർത്ത് പിടിക്കാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ കൂട്ടാണ് പ്രിയപ്പെട്ടവരെ ഒടുവിൽ യാക്കോബിനെ മാറ്റിമറിക്കുന്നത്. ഇന്ന് നമ്മൾ കുർബാനയിൽ പോലും അദ്ദേഹത്തെ ഓർക്കുന്നത്. ചേർന്ന് പറ ഹല്ലേലൂയ. മലാക്കിയുടെ പുസ്തകം 1:2 പറയാണ്, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പച്ചയ്ക്ക് അവിടെ പറഞ്ഞിരിക്കുക, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു. എനിക്ക് മൈക്കിൾ പനച്ചിക്കലിച്ചിന്റെ ഒരു പാട്ട് നമ്മൾ കൊച്ചിലെ കേട്ടിട്ടില്ലേ? സ്നേഹിച്ചു സ്നേഹിച്ചി കൽക്കരിക്കട്ടയെ വൈഡൂര്യമാക്കിയ ദൈവപുത്ര, സ്നേഹിച്ചു സ്നേഹിച്ചി കൽക്കരിക്കട്ടയെ. ഇതൊരു വരികൾ അച്ഛൻ എഴുതിയിരിക്കുന്നത്. വൈഡൂര്യമാക്കിയ ദൈവപുത്ര, വരൂ വരൂ അവതരിക്കൂ. അർത്ഥം പിടികിട്ടിയോ? സ്നേഹിച്ച് സ്നേഹിച്ച് കൽക്കരി കട്ടയെ വൈഡൂര്യമാക്കി. അങ്ങനെ തന്നെയാ ദൈവം നമ്മളെ വൈഡൂര്യമാക്കുന്നത്, അടിച്ചല്ല. ചുറ്റിപ്പറ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഓക്കെ സഹോദരങ്ങൾ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ജീവിതത്തിന്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ യാക്കോബ് അമ്മായിപ്പനെയും പറ്റിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അമ്മായിയപ്പൻ യാക്കോബിനെയും പറ്റിക്കുന്നു, യാക്കോബ് അമ്മായിപ്പനെയും പറ്റിക്കുന്നു. എല്ലായിടത്തും ഇത് തന്നെ. ക്ലോണിങ് കണ്ടുപിടിച്ചത് അമേരിക്കൻ സയന്റിസ്റ്റ് അല്ല, യാക്കോബാണ്. നിങ്ങൾ ബൈബിൾ വായിച്ചാൽ കാണാം, പുള്ളിയുള്ള ആടുകളെ ഒരുമിച്ച് വെള്ളം കുടിക്കുന്നിടത്ത് കൊണ്ടുവന്ന് കെട്ടിപ്പുള്ളി എന്താ കാണിച്ചെന്ന് പരിശുദ്ധാത്മാവ് എഴുതിയിട്ടില്ല, എന്തോ ഒരു ടെക്നിക്ക് പുള്ളി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതായിരിക്കണം ഈ ക്ലോണിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിവേ അദ്ദേഹം അതെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 32 ഇങ്ങോട്ട് നോക്കുക. അവിടെയാണ് കളി എല്ലാം മാറുന്നത്. അദ്ദേഹം ദൈവത്തോട് പറയാണ്, ദൈവമേ, എനിക്ക് ഇങ്ങനെ ജീവിച്ചത് മതിയായി. പ്രൈസ് ദി ലോർഡ്. എന്നെ അനുഗ്രഹിച്ചല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. യാക്കോബ് ചോദിച്ച അനുഗ്രഹം എന്താ? 1 പകരം 2 ഭാര്യമാരെ കിട്ടി. ഇഷ്ടം പോലെ ഒട്ടകം, സ്വർണം, ആട്, വെള്ളി എല്ലാം ഉണ്ട്. എന്താണ് ഇവൻ ഇവിടെ ചോദിച്ച അനുഗ്രഹം? പ്രൈസ് ദി ലോർഡ്. അവൻ പറയാണ്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനങ്ങേ വിടുകയില്ല. പരാജയപ്പെട്ടവനായ, തോറ്റുപോയവനായ, എല്ലായിടത്തും ചതിയും വഞ്ചനയും കാണിച്ച, കണ്ണു കാണാത്ത അപ്പനെ പോലും വഞ്ചിച്ചവനായ ഞാൻ അങ്ങയോട് യാചിക്കുന്നു, എന്നെ അനുഗ്രഹിക്കാതെ ഞാനങ്ങേ വിടുകയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്യുമെന്നറിയാവോ? ഒരടി വെച്ച് കൊടുത്തു. നിങ്ങൾ ഒന്നുകൂടെ ഞാൻ ശ്രദ്ധിച്ച് പറയാം. ദൈവം അവനുമായിട്ട് മൽപ്പിടുത്തം നടത്തി. പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മൾ ഓർത്തോണം എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. പരാജയപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് കണ്ടപ്പോൾ ആരെ? വലിയവനായ ദൈവം യാക്കോബുമായിട്ട് മൽപ്പിടിച്ചിട്ട് യാക്കോബിനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ട് നിങ്ങൾ വായിച്ച് നോക്കണം. ദൈവം തുടനോക്കി അടിച്ചു. എന്താ പ്രിയപ്പെട്ടവരെ ഇതിന്റെ അർത്ഥം? നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ദൈവത്തിന് മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണോ എളുപ്പം, ജീവിക്കുന്നവനെ കൊല്ലാനാണോ എളുപ്പം? ചോദ്യം. ദൈവത്തിന് മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണോ എളുപ്പം, ജീവിക്കുന്നവരെ കൊല്ലാനാണോ എളുപ്പം? മരിച്ചവരെ ഉയർപ്പിക്കാൻ ദൈവത്തിന് 1 സെക്കൻഡ് മതി. ലാസറേ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരാൾ ചോദിച്ചു,
എന്തിനാണ് അവിടെ ഒന്നുകൊണ്ട് ഈ ശവക്കർ കോട്ടയുടെ മുമ്പിൽ ഒന്നുകൊണ്ട് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞത്? പുറത്തു വരുമെന്ന് പറഞ്ഞാലും പോരെ. അതിന് സഭയിലെ ഒരു ദൈവശാസ്ത്രജ്ഞൻ കൊടുത്ത ഒരു മറുപടി രസമാണ്. ലാസറേ പുറത്തു വരുമെന്ന് പറഞ്ഞില്ലെങ്കിൽ അവിടെ അടക്കപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് ശവങ്ങൾ എഴുന്നേറ്റ് വരും. അതുകൊണ്ട് കർത്താവിന് അത് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ലാസറേ പുറത്തു വരൂ. അതാണ് നമ്മുടെ കർത്താവ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന് അറിയാം സെമിത്തേരി മൊത്തം കാലിയാകും. അതുകൊണ്ട് കൃത്യമായിട്ട് ആളെ പറഞ്ഞു, നീ മാത്രം വന്നാൽ മതി. ദൈവത്തിന് മരിച്ചവരെ ഉയർപ്പിക്കാൻ 2 സെക്കൻഡ് മതി. പക്ഷേ 2000 കൊല്ലമായിട്ടും കർത്താവിന്റെ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടില്ല. അത് ജീവിക്കുന്നവരെ കൊല്ലുന്ന പ്രാർത്ഥനയാണ്. ഇതാണ്, പിതാവേ ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ചെത്തി പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ കുർബാന സത്യമാണെന്ന് അറിഞ്ഞാലും ബലം പിടിച്ചു നിൽക്കുന്നവർ, പ്രൈസ് ദി ലോർഡ്. അഭിമാനത്തിന്റെ പേരിൽ മാത്രം അതിനെ ഗോതമ്പെന്ന് വിളിക്കുന്നവർ, ഉള്ളിൽ അറിയാമെങ്കിൽ എന്തോ ഒരു പിടുത്തം, വരാനൊരു മടി. ചേർന്ന് പറ ഹല്ലേലൂയ. ജീവിച്ചിരിക്കുന്നവനെ കൊല്ലാനാണ് ദൈവത്തിന് ബുദ്ധിമുട്ട്. ഇനി ഞാൻ പറയുന്നത് കേട്ടോണം. യാക്കോബിനോട് ദൈവം മല്ല് പിടിച്ചത് അവന്റെ ജഡത്തെ തോൽപ്പിക്കാനാണ്, അവന്റെ ജഡിക മനുഷ്യനെ തോൽപ്പിക്കാനാണ്. ദൈവം നോക്കിയിട്ട് പറ്റാത്തത് കൊണ്ട് സഹനം അനുവദിച്ചു കൊടുത്തു. ചേർന്ന് പറ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശക്തിയുള്ള ജോയിന്റായ ഹിപ്പ് ജോയിന്റിൽ നോക്കി തന്നെ ദൈവം ഒരു തട്ട് കൊടുത്തു. ഇത് ഉളുക്കി. ഇനി ഞാൻ പറയണത് കേട്ടോണം. ഒരു വടിയെടുത്തു. ഈ വടി ഇല്ലെങ്കിൽ യാക്കോബിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വടി പോയാൽ യാക്കോബ് താഴെ വീഴും. യാക്കോബ് വടിയും ഊന്നി ഊന്നി താഴേക്ക് വരും. ദൈവം അന്നേരം ഒരു ചോദ്യം ചോദിച്ചു, എന്താ നിന്റെ പേര്? അതെന്തിനാ അങ്ങനെ ചോദിച്ചത്? എടാ മോനെ, കണ്ണ് കാണാത്ത നിന്റെ ഭൂമിയിലെ അപ്പനെ നീ പേരെന്താന്ന് ചോദിച്ചപ്പോ പണ്ട് പറ്റിച്ചില്ലേ? ദൈവത്തിനത് ഓർമ്മ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം തൊട്ടിട്ട് ചോദിക്കുകയാണ്, ഇതിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോന്ന് അറിയാൻ ചോദിക്കുക, പേരെന്താ? കൃത്യമായിട്ട് മറുപടി പറഞ്ഞു, യാക്കോബ്. ദൈവം തൊട്ടാ മാറുവോ ഇല്ലയോ? പറ സഹോദരങ്ങളെ. ഈ കോൺഫറൻസിൽ ദൈവം എന്നെയും നിങ്ങളെയും തൊടും, നമ്മുടെ സംസാരം മാറും. ചേർന്ന് പറ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ദൈവം തൊട്ടപ്പോ സംസാരം മാറി. ദൈവം പറഞ്ഞു, നിന്റെ പേര് ഞാൻ മാറ്റുകയാണ്, ഇസ്രായേൽ, ദൈവത്തിന്റെ രാജകുമാരൻ എന്നാക്കി മാറ്റും. കേട്ടോണേ, ദൈവം ആരെ തൊട്ടാലും അത് ദൈവത്തിന്റെ രാജകുമാരനും രാജകുമാരിയുമായി മാറും. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. നിന്റെ പേര് ഇസ്രായേൽ എന്നാക്കി മാറ്റും. ദൈവം ഒരാളെ തൊട്ടാൽ ഡിഫറൻ്റ് ആണ്. അയാൾക്ക് അഭിഷേകം വരുന്നു, വിശുദ്ധി കിട്ടുന്നു, പ്രകാശം വരുന്നു, ചൈതന്യം വരുന്നു, സ്നേഹം വരുന്നു. ഒരു അൽഫോൻസാമ്മ ടച്ചിന്റെ ചെറുതാട്ടെങ്കിലും നമുക്ക് വരുന്നു. ഇനി ഞാൻ നിങ്ങളെ ഇദ്ദേഹത്തിന്റെ മരണസമയത്തേക്കൊന്ന് കൂട്ടിക്കൊണ്ടു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഹെബ്രായ ലേഖനം 11 പറയാണ്, ആസന്ന മരണനായ യാക്കോബ് തന്റെ വടി ഊന്നി നിന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ജോസഫിന്റെ മക്കളെ ഓരോരുത്തരെയായി അനുഗ്രഹിച്ചു. ഒന്നുകൂടെ പറയാം, ആസന്ന മരണനായ യാക്കോബ്. നിങ്ങൾക്ക് പിടികിട്ടിയോ വല്ലതും? ഈ വടി ഒരിക്കലും വിട്ടുകളഞ്ഞില്ല. ദൈവത്തിലുള്ള ആശ്രയത്വം യാക്കോബ് ഒരിക്കലും വിട്ടുകളഞ്ഞില്ല. ദൈവത്തിലുള്ള മുറുകപ്പെടുത്തം മരിക്കുന്നത് വരെ യാക്കോബ് ഒരിക്കൽ പോലും വിട്ടുകളഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ആസന്ന മരണനായ യാക്കോബ് തന്റെ വടി ഊന്നി നിന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ജോസഫിന്റെ മക്കളെ. ഇനി നിങ്ങൾ ഈ ജോസഫിന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന ഭാഗം ഉൽപ്പത്തിയിലൊന്ന് വായിക്കണം. എങ്ങനെയാണെന്നറിയാവോ? ജോസഫ് എഫ്രായിമിനെയും മനാസയെയും ഇദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. എന്നിട്ട് പറയും, മനാസയെ വലത്ത് കൈയുടെ നേരെ കൊണ്ടു നിർത്തും, എഫ്രായിമിനെ ഇടത്ത് കൈയുടെ നേരെ കൊണ്ടു നിർത്തും. എന്നിട്ട് പറയും, അപ്പ വലത്തെ കൈ ആരുടെ നേരെ വെക്കണം? മനാസയുടെ നേരെ വെക്കണം. ഇടത്തെ കൈ എഫ്രായിമിന്റെ നേരെ വെക്കണം. എന്താ കാര്യം എന്നറിയാവോ? ഈ എഫ്രായിം എന്ന് പറയുന്നവൻ അനുഗ്രഹിക്കപ്പെടാൻ യോഗ്യനല്ല. യോഗ്യത ആർക്കാണ്? മറ്റവനാ. ഇനി കേട്ടോ, ഇദ്ദേഹം വടി ഊന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? കൈ അങ്ങോട്ട് കോർത്തു. നോക്കണം, കൈ ഇങ്ങനെ വയ്ക്കുന്നതിന് പകരം ഈ യാക്കോബ് കൈ ക്രോസ് ചെയ്തു. കൈ ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്ത് നിന്ന് എഫ്രായിമിന്റെ തലയിൽ തന്നെ വലത് കൈ വന്നു. ക്രോസ് ചെയ്തപ്പോൾ ഇവിടെ എന്തുണ്ടായി മക്കളെ? ദൈവമക്കളെ, എന്തുണ്ടായി? നിങ്ങൾ എന്ത് കാണുന്നു? എന്ത് കാണുന്നു? എന്ത് കാണുന്നു? കുരിശ് കാണുന്നു. ചേർന്ന് പറ ഹല്ലേലൂയ. യാക്കോബ് ഒരു വലിയ സത്യം വിളിച്ചു പറയാണ്, അനുഗ്രഹിക്കപ്പെടാൻ ഒരു വിധത്തിലും യോഗ്യതയില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ക്രൂശിലൂടെ യേശു ക്രിസ്തു അനുഗ്രഹത്തിന് യോഗ്യനാക്കി മാറ്റുന്നു. കൈയടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി. മനസ്സിലായവര് നന്നാട്ട്. അനുഗ്രഹിക്കപ്പെടാൻ യോഗ്യതയില്ലാത്തവനെ കുരിശിലൂടെ അനുഗ്രഹ യോഗ്യമാക്കി മാറ്റുന്നു. ക്രോസിന്റെ വെളിപാട് അവിടെ കൊണ്ടുവരികയാണ്. യാക്കോബിന്റെ തുടക്കം മുഴുവൻ പരാജയമായിരുന്നു. പകുതി കഴിഞ്ഞിട്ടുള്ള നമ്മൾ പറയത്തില്ലേ, ഫിലിമിൽ ഇന്റർവെൽ കഴിഞ്ഞിട്ടാണ് കളി മാറിയെന്ന്. ഇന്ന് പറയണ പോലെ ഇന്റർവെല് കഴിഞ്ഞിട്ടാണ് കളി മാറുന്നത്. ചേർന്ന് പറ ഹല്ലേലൂയ. യാക്കോബ് ഒരു സംഭവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും വൃത്തികെട്ടവനായ യാക്കോബിന് വിശുദ്ധ യാക്കോബ് ആകാമെങ്കിൽ നമുക്കാകാം. അതിന്റെ കാരണം
നേരത്തെ മൈക്കിൾ പനച്ചിക്കലച്ചൻ പാടിയത് തന്നെയാണ്. സ്നേഹിച്ച് സ്നേഹിച്ച് കൽക്കരിക്കട്ടെ. ദൈവം പറഞ്ഞു കേട്ടോ, ഇവൻ പെണ്ണിന്റെ പുറകെയും പണത്തിന്റെ പുറകെയും ഓടുമ്പോൾ ദൈവം പറയണതാണ്, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടത്തില്ല, നിന്നോട് കൽപ്പിച്ചതെല്ലാം നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ മുറുകെ പിടിച്ചിരിക്കൂടാ. നിന്നെ ഞാൻ വിട്ടാ നീ കരിക്കട്ടയായി പോകും, അതുകൊണ്ട് ഞാൻ വിടത്തില്ല, നിന്നെ ഞാൻ പിടിച്ച് വൈഡൂര്യമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വൈഡൂര്യമാക്കാനാണ് നമ്മളെല്ലാം ഈ കോൺഫറൻസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ. ശാലോമിന്റെ അകത്ത് ഈശോയെ കൊടുക്കുന്നവർ ഇങ്ങനൊന്നും ഇരുന്നാൽ പോരാ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഈശോയോട് ഒരു കൊതി വരണം. ചോർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടിട്ടില്ലേ? അതാണ് ഈ ക്യൂബൻ പ്രസിഡന്റ് വരെ പറഞ്ഞു, അദ്ദേഹം 48 കൊല്ലം പള്ളി പോകാത്ത വ്യക്തിയാണ്, മരിച്ചുപോയി. അദ്ദേഹം ഫെഡറൽ കാസ്റ്റ് നിങ്ങൾക്ക് അറിയാം. അദ്ദേഹം പറഞ്ഞു, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ കത്തോലിക്ക പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കും. ഹല്ലേലൂയ. നോക്കുക, ടച്ചിങ് ആണ്. 48 കൊല്ലം പള്ളി കയറാത്ത ഉരുക്ക് മനുഷ്യൻ വരെ പറയുകയാണ്, മാർപ്പാപ്പ ഇതുപോലെ ആളുകളെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ മിക്കവാറും എത്രയും പെട്ടെന്ന് തന്നെ ഞാനൊരു കത്തോലിക്ക പള്ളിയിൽ പോയി വിശുദ്ധ ബലി പങ്കെടുക്കേണ്ടതായിട്ട് വരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോഴിരിക്കുന്ന അവസ്ഥയല്ല ദൈവം കാണുന്നത്, ആരായി തീരാൻ പോകുന്നു എന്ന് ദൈവം കാണുന്നു. കരമുയർത്തി ഒന്ന് ഈശോയെ സ്തുതിച്ച് യേശുവേ എന്ന് വിളിച്ചോ, ശക്തിയോടെ വിളിച്ചോ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പാതിരി പിയോ ആർത്രൈറ്റിസ് രോഗം മൂലം വിഷമിച്ച് നടക്കാൻ പറ്റാതിരിക്കുമ്പോൾ സഭ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ഒരു ബ്രദറിനെ ഏർപ്പെടുത്തിയിരുന്നു, കപ്പൂച്ചൻ. അപ്പൊ ആ ബ്രദർ ഒരു ദിവസം വന്നിട്ട് പാതിരി പിയോട് പറഞ്ഞു, പാതിരെ, പോളണ്ടിൽ നിന്നും ഒരു കൊച്ചച്ഛൻ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു. ഉടനെ പാതിരി പിയോ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് പറഞ്ഞു, മാർപ്പാപ്പയോട് എന്നെ കാണാൻ അകത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ ബ്രദർ പറഞ്ഞു, അത് പാതിരെ, ചെവി കേൾക്കാൻ വയ്യല്ലേ പാതിരെ, മാർപ്പാപ്പ ബിഷപ്പല്ല, ഒരു കൊച്ചച്ഛൻ പോളണ്ടിൽ നിന്നും അങ്ങയെ കാണാൻ സ്മോൾ ഫാദർ വന്നിരിക്കുന്നു. പാതിരി പിയോ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, മാർപ്പാപ്പയോട് അകത്തോട്ട് വരാൻ പറഞ്ഞു. ഇദ്ദേഹം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ്. അപ്പൊ പാതിരി പിയോ പറഞ്ഞു, മോനെ, എനിക്ക് ഓർമ്മയ്ക്ക് കുറവൊന്നും പറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആ പുറത്ത് നിൽക്കുന്നത് ആരാ നിനക്കറിയാവോ? എനിക്കെങ്ങനെ അറിയാനാണ്? കത്തോലിക്ക സഭയെ 30 വർഷത്തിലകം നയിക്കാൻ പോകുന്ന ഒരു മാർപ്പാപ്പയാകാൻ പോകുന്ന ആളാണ് നിൽക്കുന്നത്. ചേർന്ന് പറ ഹല്ലേലൂയ. ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ അച്ഛനാണ് പിന്നീട് ജോൺ പോൾ മാർപ്പാപ്പയാകുന്നത്. ജോൺ പോൾ മാർപ്പാപ്പ പാതിരി പിയോയെ വിശുദ്ധനാക്കുന്ന സമയത്ത് പ്രസംഗത്തിൽ ഈ സംഭവം പറയുന്നുണ്ട്. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കുക, അന്നത്തെ കപ്പൂച്ചൻ ബ്രദർ കണ്ടത് പോളണ്ടിൽ നിന്ന് വന്ന ഒരു കൊച്ചച്ഛനെയാ. ദൈവം കണ്ടത് വർഷങ്ങൾക്ക് ശേഷം സഭയെ ഇളക്കി മറിച്ച് ലോകം മുഴുവൻ ചെന്ന് മണ്ണിൽ ചുംബിച്ച് ഓരോ രാജ്യങ്ങളിലും സ്വർഗത്തിന്റെ മുദ്ര പതിപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത അഭിഷിക്തനെയാണ് ദൈവം കണ്ടത്. അതുകൊണ്ട് പരാജയങ്ങളുടെ അകത്ത് കൂനിപ്പിടിച്ചിരിക്കാതെ ദൈവം എന്നെ ആരാക്കാൻ പോകുന്നുവെന്ന് കണ്ടുകൊണ്ട് ആ നല്ലവനായ ദൈവത്തിന്റെ ചതിയും വഞ്ചനയും കാണിച്ച് ഓടുന്ന യാക്കോബിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, എടാ കരിക്കട്ടെ, നിന്നെ ഞാൻ തീക്കട്ടയാക്കുന്നത് വരെ, വൈഡൂര്യമാക്കുന്നത് വരെ നിന്നെ ഞാൻ വിടത്തില്ല, നിന്റെ കൂടെ ഞാൻ എവിടെ പോയാലും ഉണ്ടായിരിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു സംഭവം കൂടെ ഞാൻ പറയാണ്. 1 സാമുവേൽ 16-ാം അധ്യായം. ദൈവം പറഞ്ഞു, സാമുവലെ, നീ ജെസ്സയുടെ വീട്ടിൽ പോയി എനിക്ക് വേണ്ടി രാജാവിനെ അഭിഷേകം ചെയ്യണം. അപ്പൊ ഇദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ജെസ്സെ ചേട്ടാ, ഗ്ലാഡ് ടു മീറ്റ് യു. പ്രൈസ് ദി ലോർഡ്. ഉള്ള ആ മക്കളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരൂ, ഒരാൾ രാജാവാകാൻ പോകും, ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ആദ്യ ഒരുത്തനെ കൊണ്ടുവന്നു. അവന്റെ പേരാണ് ഏലിയാബ്. ഏലിയാബ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്റെ പിതാവ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ജെസ്സെ വിളിച്ചു, ദൈവം എന്റെ പിതാവേ, ഇങ്ങോട്ട് വാടാ. അപ്പൊ കയറി വരി, 6 അടി പൊക്കം. സാമുവേൽ ഒന്ന് നോക്കി, മമ്മൂട്ടി പോലിരിക്കുന്നു. സാമുവേൽ തന്നെ ഇങ്ങനെ കുറച്ചു നേരം നോക്കി എന്നിട്ട് പറഞ്ഞു, ഇവൻ സിംഹാസനത്തിൽ ഇരുന്നാൽ ഒരു കാഴ്ച തന്നെയായിരിക്കും. ശത്രുക്കൾ, രാജാക്കന്മാർ വരെ മിക്കവാറും അന്തം വിട്ടുപോകും. പറ്റിയ ആള് തന്നെ, പേരും കൊള്ളാം, ദൈവം എൻ്റെ പിതാവ്, കറക്റ്റ് ആള് തന്നെയാ. എന്നാ പേഴ്സണാലിറ്റി. അപ്പോൾ ഒരു ശബ്ദം കേട്ടു, അവന്റെ പുറം നോക്കിക്കൊണ്ടിരിക്കാതെ മണ്ടച്ചാരെ, അവനെ ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ല. ശരി. രണ്ടാമതൊരുത്തരെ പിടിച്ചുകൊണ്ടുവന്നു. അവന്റെ പേര് അബിനാബാദ്. ആ വാക്കിന്റെ അർത്ഥം ശബദത്തിന്റെ പിതാവ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. സാമുവേൽ ഇഷ്ടപ്പെട്ടു. ശബദം ചെയ്ത നിറവേറ്റും, ജനങ്ങൾക്ക് ഗുണം തന്നെ. ശബദത്തിന്റെ പിതാവ്, അവനും ആള് കൊള്ളാം. കണ്ടപ്പോൾ ഒരു സുരേഷ് ഗോപി ലുക്കുണ്ട്. ഓക്കെ, ഇവനെയും രാജാവാക്കാൻ കൊള്ളാം. ദൈവം പറഞ്ഞു, അവനെയും പറ്റുകയില്ല. 7 എണ്ണത്തെ പിടിച്ചുകൊണ്ട് വന്നു. എല്ലാവരും വന്നു. IAS കാരനും MD DM കാർഡിയോളജി എല്ലാത്തിനും പിടിച്ചുകൊണ്ട് വന്നു. ആരുമല്ല. സാമുവേൽ ചോദിച്ചു, ഇത്രയും പേരേ ഉള്ളോ? ഇത്രയും പേരേ ഉള്ളൂ? ഇനി ആരുമില്ലേ? ഇനി ഒരുത്തനുണ്ട്, അവനെ മകനെന്നൊന്നും വിളിക്കാൻ കൊള്ളത്തില്ല.
അതെന്താ? എപ്പോഴും ആടിന്റെ രോമവും നാറ്റവും ദുർഗന്ധമായിട്ട് ഇവിടെ വരുമ്പോൾ തന്നെ ഞങ്ങളെല്ലാം മാറിക്കളയും. പിന്നെ പുറത്തു നിന്നാ കുളിക്കുന്നത്. ആഹാരം പലപ്പോഴും ഈ നാറ്റം കാരണം ഞങ്ങൾ മുറ്റത്ത് വെച്ചാൽ കൊടുക്കുന്നത്. പിന്നെ അവൻ്റെ റേഷൻ കാർഡിൽ ഞങ്ങളുടെ അഡ്രസ്സൊന്നും അല്ല, നാണം കെടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അവനെ ആകപ്പാടി വീട്ടിൽ ആളായിട്ടൊന്നും കൂട്ടിയിട്ടില്ല. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ കേട്ടോ. ഇതിനിടയ്ക്ക് ജെസ്സെ പറയാ, അപ്പൊ സാമുൽ നമുക്ക് ഊണ് കഴിച്ചാലോ? ഇപ്പൊ സാമുൽ പറയുന്നൊരു കാര്യമുണ്ട്, ആട്ടെ അവനെയും കൂടെ ഒന്ന് കണ്ടിട്ട് ഞാൻ ഊണ് കഴിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്തായാലും ഇവിടം വരെ വന്നല്ലേ, അവനെയും കൂടെ ഒന്ന് കണ്ടിട്ട് ഞാൻ ഊണ് കഴിക്കാൻ ഇരിക്കുന്നില്ല. അപ്പോഴവൻ വരുന്ന, അവനെ കണ്ടപ്പോഴേ കാറ്റുപോയി. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്റെ മുഖം, ഒരു ചോക്ലേറ്റ് ബേബിയെ പോലെ ഒരുത്തൻ. ഹിന്ദി സിനിമയിലെ പണ്ടത്തെ എന്നാ പറയേണ്ടത്, ഈ ചോക്ലേറ്റ് ബേബിയെ പോലെ ഒരുത്തൻ ഓടി വരുന്നു. നല്ല കുഞ്ഞുങ്ങളുടെ മുഖവും പവിട നിറവുള്ള കൊച്ചുങ്ങളുടെ മുഖത്തോട് കൂടി ഒരുത്തൻ ടയറൊക്കെ ഓടിച്ചുകൊണ്ട്, നമ്മുടെ നാട്ടിൽ പണ്ട് പിള്ളേർ ഗ്രാമത്തിൽ കൂടെ പോകുന്നുണ്ടല്ലേ, അതുപോലെ ടയർ ഓടിച്ചുകൊണ്ട് ദാവീദ് വരികയാണ്. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല, പച്ചയായ പുൽപ്പറകളിൽ അവിടെ. സാമുലിനെ കണ്ടപ്പത്തിൽ നിന്ന് ടയറൊക്കെ ഓടിച്ചുകൊണ്ടാണല്ലോ വരുന്നത്. നല്ല പരിപാടിയാണല്ലോ. എന്താപ്പാ വിളിച്ചത്? പ്രവാചകനെ നിന്നെ ഒന്ന് കാണണം, കണ്ടിട്ട് ഉടനെ സ്ഥലം വിട്ടോണം കേട്ടോ, പോകാപ്പാ. മുമ്പോട്ട് വന്നു. ഇതെന്ത് ദൈവമേ, ശരീരം മൊത്തം പൂടെയാണല്ലോ, നാട്ടക്കാരന് നിൽക്കാനും പറ്റുന്നില്ലോ. പരിശുദ്ധാത്മാവ് ചെവി പറഞ്ഞു, സാമുവൽ, അവനെയാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവന്റെ അപ്പന്റെയും അവന്റെ സഹോദരങ്ങളുടെയും മുൻപിൽ വെച്ച് കുഴലിലെ തൈലമെടുത്ത് അവനെ രാജാവായി അഭിഷേകം ചെയ്യുക. ചെയ്തു മക്കളെ. അവൻ എഴുതിയ പാട്ടാണ് നമ്മൾ കുർബാനയെ പാടുന്നത്. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ഈ ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയത്. കൈയടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുക സന്തോഷത്തോടെ. ആർക്കും വേണ്ടാത്തവരെ, തോറ്റുപോയവരെ, പോരാ കർത്താവേ, നീ എന്നെ തെരഞ്ഞെടുക്കുമെന്ന് എനിക്കറിയാം. ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ രാജ്യത്ത് നിന്ന് ഒരു സംഭവം പറയാതെ പറ്റില്ല. ഇവിടെ പിശാചിന്റെ പള്ളിയിലെ പുരോഹിതനായിരുന്നു എസക്കിയ എന്ന് പറയുന്ന മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്ത ഒരു അവസ്ഥയിൽ അദ്ദേഹം തകർന്ന് തരിപ്പണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്കാണ് 286 ഗർഭിണികളുടെ ഉദരം പിളർന്ന്. നിങ്ങൾ അസ്വസ്ഥരാകരുത്. പ്രൈസ് ദി ലോർഡ്. ഗർഭിണികളെ പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ ഉദരം പിളർന്ന് കുഞ്ഞുങ്ങളെ ജീവനോടെ വലിച്ചെടുത്ത് പിശാചിന്റെ ബലിപീഠത്തിൽ ബലിയർപ്പിച്ചിരുന്ന വ്യക്തിയാണ് ഈ എസക്കിയ എന്ന് പറയുന്ന മനുഷ്യൻ. പിശാചിന്റെ പുരോഹിതൻ, പിശാചിന്റെ പള്ളിയിലെ പ്രധാനപ്പെട്ട പുരോഹിതൻ. അദ്ദേഹം ഒരു ദിവസം സുവിശേഷം കേൾക്കാനിടയായി. കേട്ടത് വേറൊന്നിനുമല്ല, കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പ്രസംഗകനെ പിശാചിന്റെ നാമത്തിൽ ബന്ധിച്ചു. സാധാരണഗതിയിൽ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഒരു ബോധം കെട്ട് താഴെ വീഴും. പക്ഷെ അന്ന് ആ മനുഷ്യൻ ശക്തമായിട്ട് ദൈവവചനം പ്രസംഗിക്കുകയാണ്. അപ്പോൾ എസക്കിയ എന്ന് പറയുന്ന മനുഷ്യന് മനസ്സിലായി, എൻ്റെ കൂടെ നടക്കുന്ന ആളെക്കാളും വലിയ ആളാണ് ഈ പ്രസംഗിക്കുന്ന ആളുടെ അകത്തിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്, ഇദ്ദേഹത്തിന്റെ വീട്ടിലെ പേര് എസക്കിയ എന്നാണ്. ഇദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേര് സെക്കറിയ കിങ് എന്നാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കിങ് എന്നുള്ള, രാജാവ് എന്നുള്ളൊരു പേരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മാതാപിതാക്കൾ. സെക്കറിയ കിങ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന് മനസ്സിലായി, പ്രസംഗിക്കുന്ന ആളുടെ പുറത്ത് അകത്തുള്ള ആൾ ശക്തനാണ്. കുറേ സമയം സുവിശേഷം കേട്ടു. കുരിശിൽ മരിക്കുന്ന യേശു, ഉത്ഥാനം, പരിശുദ്ധാത്മാവ്, വിശുദ്ധ കുർബാന, സഭ, ഇത് മുഴുവൻ പ്രസംഗത്തിൽ പറഞ്ഞു തൊട്ടുപോയി. ഒടുവിൽ അവസാനം ഈ സെക്കറിയ കിങ് ഏറ്റവും പുറകിട്ട് പറഞ്ഞു, കർത്താവേ, 286 ഗർഭസ്ഥ ശിശുക്കളെ അമ്മമാരുടെ ഉദരം പിളർന്ന് പിശാചിന്റെ ബലിക്കല്ലിൽ അടിച്ചു കൊന്ന മഹാപാപിയാണ് ഞാൻ, പിശാചിന്റെ പുരോഹിതൻ. അങ്ങേക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അങ്ങേക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? കർത്താവ് അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. പകരം പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയൊരു അഭിഷേകം വന്നു. ഈ മനുഷ്യരിന്ന് കരയാണ്. ഒടുവിൽ പ്രിയപ്പെട്ടവരെ, യേശുവിന് ജീവിതം സമർപ്പിക്കാൻ ആഗ്രഹമുള്ളവർ മുന്നോട്ട് വരാൻ പറഞ്ഞു. ഇയാൾ മുന്നോട്ട് വന്നു. വലിയൊരു കഥ ചുരുക്കി പറയാം. സെക്കറിയ കിങ് തന്റെ ജീവിതം യേശുവിന് കൊടുത്തു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഇന്ന് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പിശാചിനെ ആരാധിക്കുന്നവരോടും മന്ത്രവാദികളോടും ദൈവത്തിൽ നിന്ന് അകന്ന് നിരീശ്വരവാദികളായി കഴിയുന്നവരോടും വേശ്യകളോടും മയക്കുമരുന്ന് കള്ളക്കടത്തുകാരോടും മാത്രം സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു പ്രത്യേക ദൗത്യം ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായി സെക്കറിയ കിങ് ലോകം മുഴുവൻ ഓടി നടന്ന് സുവിശേഷം പറയുന്നു. കയ്യടിച്ചൊന്ന് പൊട്ടിച്ചേ, നരകത്തൊന്ന് എത്തട്ടെ. നരകത്ത് കർത്താവിന്റെ കയ്യടി എത്തണം. ഹല്ലേലൂയ. സന്തോഷത്തോടെ. ഒരു കാര്യം ഞാൻ പറയാം, സെക്കറിയ കിങ്ങിന്റെ അത്രയും പാവിയൊന്നും ഇതിൻ്റെ അകത്ത് ആരും ഇരിപ്പില്ല. പ്രൈസ് ദി ലോർഡ്. സെക്കറിയ കിങ്ങിനെ ദൈവം അഭിഷേകം ചെയ്ത് ലോകം മുഴുവൻ എത്തിക്കുന്നു.
ദൈവം നമ്മളെ വിളിക്കുന്നു സിസ്റ്റർ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന സിസ്റ്റർമാർ വിചാരിക്കരുത് കേട്ടോ, ഈ ICUവിൻ്റെ അകത്ത് CCUവിൻ്റെ അകത്തും തൊപ്പിയൊക്കെ വെച്ച് നിൽക്കാനും ഒന്നും മാത്രമല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. ചേർന്ന് പറ ഹല്ലേലൂയ. ബ്രദറെ, അത് വല്ല ആണുങ്ങളും ഒക്കെ ബ്രദറെ, ഞങ്ങള് അല്ല. ആരാണ് എസ്തേർ? സിസ്റ്ററെ ഇരിക്കണം, എഴുന്നേക്കരുത്. എസ്തേർ, അന്ന് അവിടെ ആണുങ്ങൾ ആരും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആരാണ് ജൂഡിറ്റ്? അന്ന് അവിടെ ആണുങ്ങൾ ആരും ഇല്ലായിരുന്നോ? പറഞ്ഞു ഹല്ലേലൂയ. ആരാണ് മഗ്ദലന മറിയം? അന്ന് അവിടെ ആണുങ്ങൾ ആരും ഇല്ലായിരുന്നോ? ഉയർത്തെഴുന്നേറ്റ് യേശുവിന് ആദ്യം പ്രത്യക്ഷപ്പെടാൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എസ്തേറിന്റെ പുസ്തകം, ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ പെണ്ണിന് കൊടുത്തു, എസ്തേർ, ജൂഡിറ്റ്. അടുത്ത പുസ്തകം. ഹല്ലേലൂയ. ദൈവത്തിന് വേണം, ദൈവത്തിന് വേണം. ചേർന്ന് പറ ഹല്ലേലൂയ. തോറ്റുപോയവരെയും പരാജയപ്പെട്ടവരെയും ദൈവത്തിന് വേണം. നമ്മുടെ മാർപ്പാപ്പയുടെ കാര്യമാണ് കഷ്ടം. ആദ്യത്തെ മാർപ്പാപ്പ തോറ്റ് തുന്നം പാടി. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടതിന് ശേഷവും വള്ളവും വലയെടുത്തോണ്ട് പോയി. എവിടെയോ ടാർപ്പോളിനിട്ട് മൂടി വെച്ചിരുന്നു. എല്ലാം ഉപേക്ഷിച്ച് അങ്ങേ അനുഗമിക്കുന്നു പറഞ്ഞപ്പോഴും പുള്ളി എവിടെയോ ഇത് മൂടി വെച്ചിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് അത് എടുത്തുകൊണ്ട് തന്നെ പോയി. എല്ലാം കൊണ്ടും പരാജയപ്പെട്ടവനെ തേടി കർത്താവിന്റെ സ്നേഹം വന്ന് പ്രഭാതത്തിൽ വന്നു. ആ സീനാണ് ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഹല്ലേലൂയ. പൊരിച്ച മീനും കനലിൽ ചുട്ട അപ്പവും തീയും. പൊരിച്ച മീൻ ദൈവവചനം, കനൽ ചുട്ടെടുത്തപ്പം വിശുദ്ധ കുർബാന, തീയ് പരിശുദ്ധാത്മാവ്. ചേർന്ന് പറ ഹല്ലേലൂയ. തോറ്റവരെ കാത്തിരിക്കുന്ന നാഥന്റെ സ്നേഹം, തോറ്റവർക്കുള്ള നാഥന്റെ മറുപടി, ചുട്ടെടുത്ത അപ്പം, പൊരിച്ച മീൻ, തീയ്. പൊരിച്ച മീൻ എന്ന് പറയുന്നത് അഭിഷേകത്തോടെയുള്ള ദൈവവചന പ്രഘോഷണം. പ്രൈസ് ദി ലോർഡ്. ചുട്ടെടുത്ത അപ്പം, ബലിക്കല്ലിൽ, ദൈവസ്നേഹത്തിന്റെ ബലിക്കല്ലിൽ കാൽവരിയിൽ ആദ്യമായി ചുട്ടെടുക്കപ്പെട്ട തിരുവോസ്തി യേശു ക്രിസ്തു. ഹല്ലേലൂയ. വിശുദ്ധ കുർബാന, തീയ് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന ഇത് മൂന്നും നമ്മുടെ സഭയുടെ അകത്തുണ്ട്. ചേർന്ന് പറ ഹല്ലേലൂയ. കൈയടിച്ച്. പൊരിച്ച മീനുണ്ട്, അപ്പമുണ്ട്, തീയുമുണ്ട്. ചില സ്ഥലത്ത് അപ്പമില്ല, പൊരിച്ച മീനും തീയും വെച്ചോണ്ടിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. സഭ അതിനെ വിളിക്കുന്നത് പൂർണ്ണത ഇല്ലാത്ത സഭാ സഹോദരങ്ങൾ എന്നാണ് അവരെ വിളിക്കുന്നത്. ഹല്ലേലൂയ. സഭ ആരെയും തള്ളിക്കളയുന്നില്ല. കത്തോലിക്ക സഭയുടെ പഠനം അങ്ങനെയാണ്. പൂർണ്ണത വരണമെങ്കിൽ സഭ പഠിപ്പിക്കുന്നു, ഈശോ വീണുപോയവരെ തേടി വെച്ച മൂന്നും വരണം. അപ്പം വരണം, പൊരിച്ച മീൻ വരണം, തീയും വരണം. അപ്പം വിശുദ്ധ കുർബാന, പൊരിച്ച മീൻ ദൈവവചനം, തീ പരിശുദ്ധാത്മാവ്. വീണുപോയ, തോറ്റുപോയ ശിഷ്യർക്കുള്ള ഉത്തരം. ഇനി നിങ്ങൾ ഓർക്കുക, ഇത് കൊടുത്തതിന് ശേഷം അവര് പിന്നെ ഒരിക്കലും പരാജയപ്പെട്ടില്ല. ചേർന്ന് പറ പ്രൈസ് ദി ലോർഡ്. അവർ വിജയാളികളായി. പരാജയപ്പെട്ടവരെ മുഴുവൻ അതിൽ തോറ്റു ഓടി, അന്ന് ഈശോയെ പിടിക്കാൻ വന്നപ്പോൾ തോറ്റു ഓടി അഡ്രസ് പോലും ഇല്ലാത്ത ഒരാളാണ് തോമസ് ലീഗ. പ്രൈസ് ദി ലോർഡ്. അവിടെ പുള്ളി എവിടെ ഒളിച്ചിരുന്നെന്ന് സുവിശേഷർക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ടാണ് എഴുതി വെക്കാഞ്ഞത്. അവർ മത്തായിയൊക്കെ പലതവണ ചോദിച്ചാണ്, ചേട്ടൻ എവിടെ പോയാ ഒളിച്ചിരുന്നത്, ഒന്ന് പോടാ. അപ്പൊ പുള്ളി പിടികൊടുത്തിരുന്നെങ്കിൽ എഴുതിയാനെ, തോമ ആലിന്റെ ചോട്ടിൽ പോയി ഒളിച്ചു. ഒരു പിടിയില്ല, എവിടെയൊക്കെ പോയി ഒളിച്ചു. പക്ഷെ ഈ പാർട്ടിയാണ് പരിശുദ്ധാത്മാവും കുർബാനയും അപ്പവും മീനും തീയും കിട്ടിക്കഴിഞ്ഞപ്പോ ഭാരതത്തിലേക്ക് വരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മൈലാപ്പൂരിൽ ധൈര്യത്തോടെ പ്രസംഗിക്കുമ്പോൾ, കല്ലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പുറകിൽ നിന്ന് തൃശൂലം മുതുകത്തൂടെ കുത്തി വയറ് പിളർന്ന് പുറത്തു വരുമ്പോ, രക്തം കുടുകുടാ വീഴുമ്പോൾ എഴുന്നേറ്റോടുന്നുണ്ട്. ഒടുവിൽ വഴിക്ക് വെച്ച്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാൻ നല്ല ഓട്ടമോടി, എന്റെ ഓട്ടം പൂർത്തിയാക്കി, ജീവന്റെ കിരീടം സ്വീകരിക്കാൻ നാഥ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിൽ വീഴുകയാണ്. പരാജയപ്പെട്ടവരെ വിജയിപ്പിക്കുന്ന ദൈവമാണ് എന്നെയും നിങ്ങളെയും ഇവിടെ വിളിച്ചു വരുത്തിയത്. പരാജയക്കുറിച്ച് ഓർത്ത് ഇനി വിഷമിക്കരുത്. പാപത്തിൽ വീണതിനെ കുറിച്ച് ഇനി സങ്കടപ്പെടരുത്. അതെല്ലാം പഴങ്കഥയാകുന്നു. ദൈവം പുതിയതാക്കുന്നു. എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് കർത്താവിനെ സ്തുതിച്ച മക്കളെ, ദൈവമക്കളെ. ഹല്ലേലൂയ. സാവൂൾ എന്ന് പറയുന്ന കരിക്കട്ട സഭയെ പീഡിപ്പിച്ച് സ്ത്രീകളെയും കുട്ടികളെയും റോഡിലൂടെ വലിച്ചഴച്ചു. സ്റ്റെഫാനോസിനെ കല്ലെറിയുമ്പോൾ വസ്ത്രങ്ങൾ കാൽക്കീഴിൽ സൂക്ഷിച്ചു ജയ് വിളിച്ചു. കത്തോലിക്ക സഭയെ ഉള്ളുകൊണ്ടും ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും വ്യക്തിത്വം കൊണ്ടും വെറുത്തിരുന്നവൻ ഈ കരിക്കട്ട ഡമാസ്കസ് റോഡിൽ തീടകത്ത് വീഴുകയാണ്. യേശുവിന്റെ സ്നേഹത്തിന്റെ തീടകത്ത് പെട്ടുപോയി കരിക്കട്ട തീയിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് പൗലോസ് ആയിട്ടാണ്. What shall I do for you, O Lord? Who are you? I am Jesus of Nazareth. നസറായനായ യേശുവാണ് ഞാൻ. തീ ആരാണെന്ന് തിരിച്ചറിഞ്ഞു. കൊലപാതകിയായ സാവൂൾ വിശുദ്ധ പൗലോസായി മാറി. മറ്റൊരു തീക്കട്ടയാണ് അഗസ്റ്റിൻ. പരാജയപ്പെട്ട് ഒന്നിനും കൊള്ളാത്ത കരിക്കട്ട. അവനും റോമാലേഖനം വായിക്കുന്ന സമയത്ത് തീടകത്ത് വീഴുന്നു. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്.
വചനം അഗ്നിയായി വരുന്നു, സ്നേഹാഗ്നി. അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റിനായി മാറി. ഈജിപ്തിലെ വിശുദ്ധ മറിയം എന്ന് പറയുന്ന ആ വിശുദ്ധ ആദ്യ നാളുകൾ 27 വർഷക്കാലം വേശ്യയായിട്ട് ജീവിച്ചു. പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ട്. ഒരു ദിവസം 4-5 പുരുഷന്മാരോടൊപ്പം കിടക്ക പങ്കിട്ട് പൈസ സമ്പാദിച്ചവൾ. ആ കരിക്കട്ടയും ഒരു ദിവസം ഇസ്രായേൽ സന്ദർശനത്തിൽ കാൽവരിയുടെ താഴെ വെച്ച് തീയിൽ വീഴുന്നു. യേശുവിന്റെ സ്നേഹം അവളെ പിടിക്കുന്നു. വേശ്യയായിരുന്ന മറിയം ഈജിപ്തിലെ വിശുദ്ധ മറിയമായി തീരുന്നു. ജോൺ ഓഫ് ഗോഡ് എന്ന് പറയുന്നൊരു വിശുദ്ധനുണ്ട്. പറയപ്പെട്ട മക്കളെ, അദ്ദേഹം ഗുണ്ടയായിരുന്നു, വാടക ഗുണ്ടയായിരുന്നു. പോൾ ഓഫ് ദ ക്രോസിന്റെ പ്രസംഗം അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തുന്നു. സ്നേഹത്താൽ പിടിക്കപ്പെട്ട വാടക ഗുണ്ടയായിരുന്ന ജോൺ ഓഫ് ഗോഡ് എന്ന വിശുദ്ധനായി മാറുന്നു. ഇത് നമ്മുടെ ഊഴമാണ്, നമ്മുടെ ഊഴമാണ്. ആരും അറിയാതെ പോണോഗ്രാഫിക്കൊക്കെ അടിമപ്പെട്ടു പോയവരായിരിക്കാം നമ്മൾ. ഒത്തിരി വേദനിക്കുന്നുണ്ടായിരിക്കാം നമ്മൾ. ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തതിൻ്റെ ഒരു ഭാരം, നൊമ്പരമൊക്കെ ഉണ്ടായിരിക്കാം. സാരമില്ല, ഈശോ പുതിയൊരു അഗ്നി തന്ന് മാറോട് ചേർക്കുകയാണ്. വഞ്ചിച്ച് ഓടിപ്പോകുന്നവന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ച്, നിന്നെ ഞാൻ ഒരിക്കലും വിടത്തിലടാ യാക്കോബേ, എൻ്റെ പ്രതിജ്ഞ ഞാൻ നിറവേറ്റുമടാ, നിന്നെ ഞാൻ എൻ്റെ മകനാക്കി മാറ്റുമട, ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞവൻ വന്നിട്ടുണ്ട്. ആ യേശു നമുക്ക് മതിയായവനാണ് മക്കളെ. അവൻ്റെ മാറോട് നമുക്ക് യോഹന്നാനെ പോലെ ചേർന്നിരിക്കാം. ഈശോയോട് നമുക്ക് പറയാം, നന്മയായിട്ട് പുകഴാനായിട്ട് ഒന്നുമില്ല. വീണുപോയ പാപത്തിൻ്റെ പടുകൂറ്റൻ ഭണ്ഡാരവുമായി ആ നെഞ്ചിലോട്ട് ഞാനൊന്ന് ചേർന്നിരിക്കട്ടെ. അവൻ നമ്മളെ കെട്ടിപ്പിടിക്കും. കൂദാശാ വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയത്തും യോഹന്നാൻ യേശുവിൻ്റെ മാറിൽ കിടക്കുകയാണ്. മറക്കരുത്, യേശു യോഹന്നാനെ തള്ളി മാറ്റുന്നില്ല. ഇതെന്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ രക്തമാണ്, വാങ്ങി കുടിക്കുവൻ എന്ന കൂദാശാ വചനം ആദ്യമായിട്ട് ഉച്ചരിക്കുമ്പോൾ യോഹന്നാൻ യേശുവിൻ്റെ നെഞ്ചിലാണ്. തള്ളി മാറ്റുന്നില്ല. സ്നേഹത്തിന്റെ മുമ്പിൽ സകലതും മാറുകയാണ്. സ്നേഹം യോഹന്നാനെ നെഞ്ചിൽ തന്നെ കിടത്തും. പ്രിയപ്പെട്ട മക്കളെ, ഭക്തിക്കും അപ്പുറത്തേക്ക് നീളുന്ന സ്നേഹം, ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കൂദാശകൾക്കും എല്ലാം അപ്പുറത്തേക്ക് കത്തിപ്പടരുന്ന ദൈവത്തിന്റെ സ്നേഹം, അതിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും നമ്മളെ കത്തിച്ച് തീക്കട്ടകളാക്കി മാറ്റും. പേടിക്കണ്ട, ഈശോ വരുമ്പോൾ മാത്രം നമ്മൾ വിശുദ്ധരാകുമ്പോഴല്ല ഈശോ വരുന്നത്. ഈശോ വരുമ്പോഴാണ് വിശുദ്ധരാകുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, ഒരാൾ ഈശോയുടെ സ്നേഹം തിരിച്ചറിയുമ്പോഴാണ് മാനസാന്തരം സംഭവിക്കുന്നത്. മാനസാന്തരപ്പെടുമ്പോഴല്ല ഈശോയെ കാണുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, ഈശോയുടെ സ്നേഹം ഒരാൾ തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിയുമ്പോൾ മാനസാന്തരപ്പെടുക തന്നെ ചെയ്യും. യേശുവേ, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങുന്നു. തോറ്റുപോയ എന്നെ അങ്ങേക്ക് വേണമെന്ന് എനിക്ക് വചനത്തിൽ നിന്ന് മനസ്സിലായി. പരാജയപ്പെട്ട എന്നെ അങ്ങേക്ക് വേണം. ഞാൻ പ്രത്യാശയോടെ ഇരിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.